എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഒരാളെ കാറിൽ കയറ്റിയെന്ന് അയാൾക്ക് പിന്തുണയാണോ? എങ്കിൽ എന്റെ കാറിൽ എത്ര പേര് കയറിയിട്ടുണ്ട്? കഴിഞ്ഞ തവണ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ സമുന്നതായ നേതാവ് എന്റെ കാറിൽ കയറിയെന്ന് പറഞ്ഞ് ഞാൻ കോൺഗ്രസ്സുകാരനായോ? വ്യക്തിപരമായുള്ള ബന്ധങ്ങൾ എന്നെ കാറി കയറ്റിയിട്ടുണ്ടല്ലോ പല ആളുകളും. BJP-യുടെയും കോൺഗ്രസിന്റെയും CPM-ന്റെയും ആളുകൾ എന്നെ കാറി കയറ്റിയിട്ടുണ്ട്. എന്നെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും അപ്പൊ ഇതുപോലെയുള്ള ആളുകൾ എന്നെ കാറി കയറ്റി തോന്നി ഇതാണോ കാര്യം? നിങ്ങളൊരു കാര്യം ഒന്നാലോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഞാൻ അങ്ങോട്ട് തിരിച്ചു വയ്ക്കട്ടെ. മുഖ്യമന്ത്രി ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് കാറ് കടത്തിവിടില്ല. 80 വയസ്സുള്ള ഒരാൾ അവിടെ നിൽക്കുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി ചോദിക്കുന്നു, വെള്ളാപ്പള്ളി നടേശനാണ്, സമുദായ സംഘടനയുടെ നേതാവാണ്, അദ്ദേഹത്തോട് ചോദിക്കുന്നു, വരൂ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുന്നു. ഉടനെ തന്നെ പറയാണ് വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി കയറ്റോ, മന്ത്രിമാർ ആരെങ്കിലും കയറ്റിയിട്ടുണ്ടോ? അവരെ കേട്ടിട്ട് ആവശ്യമില്ലെന്ന്, അവരുടെ കാർ അങ്ങോട്ട് വിടും. മുഖ്യമന്ത്രിയുടെ കാറ് മാത്രമേ വിടുന്നുള്ളൂ. അപ്പൊ ഏതാണ്ട് ഒരു 400 മീറ്റർ ഉണ്ട്, ഇദ്ദേഹം നടക്കണ്ടല്ലോ എന്ന് വെച്ച് മുഖ്യമന്ത്രി എന്ത് ചെയ്തു? നമുക്ക് കൂടെ പോകാമെന്ന് ചോദിച്ചു, കൂടെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നാളെ വെള്ളാപ്പള്ളി നടേശൻ CPM-നെതിരെ ഒരു നിലപാടെടുത്തിട്ടെങ്കിൽ ഉറപ്പായിട്ട് മുഖ്യമന്ത്രി തിരിച്ചു പറയും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇഴവരെ കേൾക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളായിരിക്കും, ഒരു സംശയ കാര്യത്തിലില്ല. പിന്നെ നമ്മുടെ വിഷയം എന്താ? നമ്മുടെ വിഷയം രേവന്ത് റെഡ്ഡിയുടെ വിഷയമാണ്. രേവന്ത് റെഡ്ഡിയുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയും, രേവന്ത് റെഡ്ഡി അർഹിക്കുന്നതാണ് പുള്ളി കൊടുത്തത്. കോൺഗ്രസിന്റെ ഇവിടുത്തെ സ്ട്രാറ്റജിയാണ് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ലൊട്ടിലൊടുക്ക് തന്ത്രങ്ങളുമായിട്ട് എന്ത് ചെയ്യരുത്, വരരുത്. തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ളത് ആളുകൾക്ക് എന്ത് ചെയ്യണം. അല്ല, ഇത് ഇപ്പൊ പൊതുവെ ഒരു ആളുകൾ ഇങ്ങനെ അവഹേളിക്കുന്നത് കോമൺ ആയിട്ടില്ലേ? മുമ്പ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ചെത്തുകാരൻ കോരന്റെ മകന് സ്ത്രീധനം കിട്ടിയതാണോ കേരളം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പിതാവിനെ വരെ ചെത്തുകാരൻ എന്ന് വിളിച്ചുകൊണ്ട് KA സുധാകരനും ആക്ഷേപിക്കുകയാണ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഒക്കെ ആയിക്കൊള്ളട്ടെ എഡോ വിജയ എന്നാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കോമൺ ആകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ പൊതുസമൂഹത്തിൽ? അത് മാത്രമല്ല, ഒരു പൊതുസമൂഹത്തിന് ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നവരെ വലിയ തോതിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയും കൂടിയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇത് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടക്കുന്നവരെ എതിർക്കുകയല്ലേ സമൂഹം വേണ്ടത്? പക്ഷെ സമൂഹം മൊത്തത്തിൽ അങ്ങനെ എതിർക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴല്ലെന്നേ, ഇതിനേക്കാളും മുമ്പുണ്ട്. താങ്കൾ ഈ പറഞ്ഞതിനേക്കാളും മുമ്പുള്ള 2-3 സംഭവങ്ങൾ ഞാൻ പറയാം. AKG-നെ കെട്ടി EMS-ന്റെ ഓളയും കെട്ടും എന്ന് പറഞ്ഞാണ് മുദ്രാക്കി വിളിച്ചെടുത്തേക്കണം. എന്നോ അല്ല ഞാൻ ഭാര്യനെ കിട്ടുമെന്ന് ഈ പറയണ, മനസ്സിലായോ? മകളെ കിട്ടുമെന്നല്ല. അത് ശരീരത്തിന് നിയമമായിട്ട് ബന്ധപ്പെട്ടല്ലേ? അല്ല, അത് ശരീരത്തിന് ഏത് നിയമമായിട്ട് ആയിക്കോട്ടെ, ഏത് നിയമമായിട്ട്. പക്ഷേ അതിനുശേഷം കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, AKG മുമ്പ് കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. VT ബൽറാമിനെയൊക്കെ തന്നെ തിരുത്തിയിട്ടുണ്ടല്ലോ. VT ബൽറാമിനെ ആര് തിരുത്തി? കഴിഞ്ഞ ദിവസം VT ബൽറാം എഴുതിയത് അതിനേക്കാൾ വലിയ മോശത്തരം VT ബൽറാം AKG-നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്.